അപ്പൊ നമ്മുടെ അടുത്ത് അമ്മുണ്ട്, ദേവുണ്ട്. അപ്പൊ നമ്മുടെ ജന്മാഷ്ടമിയുടെ സെലിബ്രേഷൻസ് ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത്. ഇതാണ് നമ്മുടെ പ്രസാദം. ഈ പ്രസാദം ഇതാണ് നമ്മൾ കവർ ചെയ്യണത്. എന്നിട്ട് നമ്മള് കൃഷ്ണന്മാർക്ക് സപ്ലൈ ചെയ്യും അല്ലേ? ശ്രീരാമ ഇപ്പൊ തന്നെ വരാൻ TV കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ തന്നെ വരും. അപ്പൊ അവന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അല്ലേ ദേവു? ശ്രീരാമനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ശ്രീരാമൻ ഹനുമാൻ ആവണമെന്നുണ്ടാക്കി പറഞ്ഞത് അല്ലടാ, ഹനുമാനല്ലേ ആവണേ? നമ്മുടെ ദേവുവാണെങ്കിൽ ഇവിടെ കൃഷ്ണനാവണു, പിന്നെ അമ്മൂട്ടിയും കൃഷ്ണനാവും അല്ലേ? അപ്പൊ നമ്മുടെ ഘോഷയാത്ര 4 മണിക്കാണ് കേട്ടോ. അതൊരു ധർമ്മശാസ്ത്ര ദേവീക്ഷേത്രത്തിൽ നിന്ന് കൂട്ടാള ദേവീക്ഷേത്രത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ ദേവു? അതെ. ഓ അമ്മുക്കുട്ടി അപ്പൊ അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഘോഷയാത്രയുടെ ഫുഡിലായിരിക്കും കേട്ടോ. അപ്പൊ വേറെ ഒന്നും പറഞ്ഞാൽ നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ ദേവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അടുത്തതാണ് അമ്മൂടെ മേക്കപ്പ്. പിന്നെ ശ്രീരാമൻ ഹനുമാനാവാനുള്ള വാടക സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പോണ്. അപ്പൊ ശ്രീരാമൻ അവിടെ പോയോ? ശ്രീരാമ ഇവിടെ പോയോ? ശ്രീരാമന്റെ വാടക സാധനങ്ങളൊക്കെ വരണേ ഇരിക്കണുള്ളൂ അല്ലേടാ ശ്രീരാമ? ഓക്കെ ഞാൻ ടൈം പാസ് ഉണ്ട് സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കേണ്ട ക്യാമറ ഏതോ ഭാഗത്തിലൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ ക്യാമറ കാണാൻ പറ്റില്ല. നിങ്ങൾക്കൊന്നും ക്ലിയർ ആവണില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആകാശമായിട്ട് കാണാൻ പറ്റേ എനിക്കറിയില്ല. നമ്മുടെ ചീരാൻ അവിടെ നിന്നു. എന്തോ പറ്റിയിട്ടുണ്ട്. ചെക്കനോടെ വെറുതെ നിന്ന് ബെല്ലെടുത്തോണ്ടിരിക്കണ്ട ഗൈസ്. പിരി ഇളകിന്ന് തോന്നണേ എൻ്റെ. ജീരാമ എന്താ? ഓക്കെ തിരിച്ചു വരണ്ടട്ടാ ഗൈസ്. ഓക്കെ വാ. അടുത്ത അമ്മു കൊണ്ട് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. അമ്മൂട്ടി സുന്ദരിയായിട്ടാണ് അമ്മൂട്ടി. അപ്പോൾ ഇവിടെ ഹനുമാനായിട്ട് ഒരുങ്ങാണ് ശ്രീരാമൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വാടക സാധനങ്ങൾ. വലിയൊരു കിരീടം ഉണ്ട് കേട്ടോ ഹനുമാൻ്റെ. പിന്നെ ഇവിടെ ഒരു ഗദയുണ്ട്. ഞാൻ വിളിച്ചൊരു മഞ്ഞ നിറത്തായിരിക്കും. ഇതൊരു കളറ് മങ്ങിപ്പോയില്ലേ? അതിലാണ് ഇത് കാണിച്ചേക്കണേ. ഇത് ഒട്ടിച്ചു വെക്കി. അപ്പോഴത്തേക്ക് ഇതിനാണ്ട് വാല് ഇതാണ് ബാക്കിൽ ഇങ്ങനെ ആക്കാൻ പോണത്. ശ്രീരാമന്റെ ഫുള്ളി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ശ്രീരാമൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. അപ്പൊ ഗൈസ് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അതാണ് ഗൈസ് അമ്പലം. അതെ ഗൈസ് ചെണ്ട കൊട്ടുന്ന ആൾക്കാർ. ദേവു അത്ര ദൂരം നടക്കുവോ? നടക്കണോട്ടോ, നടക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഘോഷയാത്ര തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയിട്ടുണ്ട്.
ഇവിടെ ചെണ്ടക്കൊട്ടാരൊക്കെ നിർത്തി. അപ്പോൾ അവരൊക്കെ വെള്ളം കുടിക്കുകയാണ്. പിന്നെ മിഠായി വിതരണം ചെയ്തു. ചെണ്ട ശരിയാണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. വ്യൂ പോയിന്റ് തോടിന് വെള്ളം വന്നിട്ട് ആ സൈഡിലേക്ക് പോകാട്ടോ. പാടത്ത് മൊത്തം വെള്ളം നിറഞ്ഞേക്കണം. ഗായ്സ് അവിടെ ടില്ലർ അടക്കണ്ട കേട്ടോ. അപ്പൊ ഗൈസ് അമ്പലം എത്തി. അവിടെ ശോഭയാത്ര വരുന്നുണ്ട് ഗൈസ്. ഗൈസ് ഭയങ്കര തളർന്നിട്ട് ഓടി ഓടി തളർന്നു ഗൈസ്. അയ്യോ ഗൈസ് ചീരാമന്റെ ഗൈസ് നമ്മള് ഫസ്റ്റ് എന്റെ പേരൊന്നും മറന്നില്ല ഞാൻ. അവല് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചു ഗൈസ്. ഗൈസ് അവര് പ്രദക്ഷിണം മറ്റാണ് വരണത്. നമുക്ക് മാറി കൊടുക്കാം. അവിടെ ദേവ് കൊഞ്ചനം കാണിക്കണ്. ദേവ് രണ്ട് കൃഷ്ണന്മാരും ഒരു ഹനുമാനും ഐസ്ക്രീം തന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടന്ന് ക്ഷീണിച്ചല്ലേ ദേവു, അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നു. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത് സമോസ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ നിർത്താണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഗൈസ് ബൈ.